ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വാനില ഷിഫോൺ വിത്ത് സ്ട്രോബെറി കേക്കാണ്. അപ്പോൾ നമുക്ക് സ്പൂൺ മെഷർമെൻറ്റിലാണ് ഇത് എടുത്തേക്കുന്നത്. ടേബിൾ സ്പൂൺ മെഷർമെൻറ്റിലാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത്. ആർക്കും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് പറയാം. ഞാൻ മൈദ 11 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വേറൊരു ബൗളിൽ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഓയിൽ 4.5 ടേബിൾ സ്പൂൺ, പിന്നെ 2 മുട്ട, പിന്നെ പച്ചവെള്ളം 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 11 ടേബിൾ സ്പൂൺ മൈദയും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. സ്പൂണ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ ഓയിൽ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും വേർതിരിച്ചെടുക്കണം. ഞാനിവിടെ എഗ് യോക്കും എഗ് വൈറ്റും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ എഗ് വൈറ്റിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് പീക്ക് ലെവൽ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്കും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് വേറെ ബൗളിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ നല്ല സോഫ്റ്റായിട്ട് നമ്മളത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബീറ്റായിട്ട് വന്നിട്ട് ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചവെള്ളം 5 ടേബിൾ സ്പൂൺ പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡറും മൈദയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലത്തെയൊക്കെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ബീറ്റ് ചെയ്തതിലേക്കാണ് നമ്മൾ എഗ് വൈറ്റ് മെല്ലെ ഫോൾഡ് ചെയ്ത് ചേർക്കുന്നത്. ഇത് നമ്മൾ വളരെ സാവധാനം കുറച്ച് സമയം എടുത്ത് വേണം നമ്മളിത് മെല്ലെ ഫോൾഡ് ചെയ്ത് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോവും. ഇങ്ങനെ മെല്ലെ തേച്ച് കൊടുത്താൽ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വരണം. ഇങ്ങനെ സാവധാനമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ ഫുള്ള് വൈറ്റ് കളറായിരിക്കും. ആ യെല്ലോ കളർ എല്ലാം മാറി എഗ് വൈറ്റും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുക. കേക്കിൻ്റെ ആ ബാറ്റർ അതേപോലെയാണ് ഇരിക്കുക. കണ്ട, ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3 ബാച്ചായിട്ടാണ് ഞാൻ ഈ എഗ് വൈറ്റ് ഇതിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു കുറച്ചും കൂടി ഉണ്ട്, അതുകൂടി ഇതിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ എഗ് വൈറ്റ് ഫുള്ളായിട്ട് ഈ എഗ് യോക്കിലേക്കും മൈദയിലേക്കൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിത് 200 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. OTG ആണ്. 150 ഡിഗ്രിയിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് മാറ്റാം. നമുക്ക് ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഞാനൊരു ബൗളിലേക്ക് വീണ്ടും 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ബീറ്റ് ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുന്നേ ക്രീം ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വെക്കണം. ഐസെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഐസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുറച്ച് നമ്മുടെ കേക്ക് റെഡി ആവുന്നത് വരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇനി നമുക്കിത് കുറച്ച് ചൂടാറിയതിന് ശേഷം ഒരു വയർ റാക്കിലേക്ക് മാറ്റാം. എന്നിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചൂടാറിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ട, ഇങ്ങനെ നല്ല സോഫ്റ്റാണ്. കുറച്ചും കൂടി ചൂടാറാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് 3 ലെയറാക്കാം. ഞാൻ ഇങ്ങനെയൊരു കട്ടർ കൊണ്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയർ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ലെയർ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത ലെയർ കൂടി കട്ട് ചെയ്യാം. അടുത്ത ലെയറും കട്ട് ചെയ്തു. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. അര കപ്പ് ഷുഗറിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയേക്കുന്നത്. നമുക്ക് ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. കേക്ക് തെന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് ചേർത്താലാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലെയർ ക്രീം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്. അങ്ങനെ 3 ലെയറും നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് ക്രം കോട്ടിങ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പിങ്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് ക്രീമൊക്കെ ചേർത്ത് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് സ്റ്റാർ നോസിലിട്ട് അതിലേക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിങ്ക് കളർ ചേർത്ത ക്രീമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ ആ സ്റ്റാർ നോസിൽ കൊണ്ട് തന്നെയാണ് എല്ലാ ഡിസൈനും ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ പൈപ്പിംഗ് ജെല്ല് കൊണ്ടാണ് ഈ ബ്ലാക്ക് കളറിലൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അളവ് വെച്ചിട്ട് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.